ചേട്ടാ നമസ്കാരം. നമസ്കാരം. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു അമ്പലം നശിച്ചാൽ അത്രയ്ക്കും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരാണ് ഇവിടുത്തെ CPM-കാര് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊന്ന് ജനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ MV ഗോവിന്ദൻ അതൊക്കെ തള്ളി പറയുന്നുണ്ട്. MV ഗോവിന്ദൻ പറയുന്നു ഈ അമ്പലം നശിപ്പിച്ച് അവിടെ കപ്പ നടണമെന്നൊന്നും CPM-കാര് പറഞ്ഞിട്ടില്ല. അതിന്റെ സൂക്ഷ്മാംശം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സൂക്ഷ്മാംശം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അമ്പലത്തിലോട്ടൊന്നും ഇവരൊന്ന് തിരിഞ്ഞൊന്നും നോക്കാറ് പോലുമില്ല. അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളൊരു ലൈനായിരുന്നു ഇവർക്ക്. അറിയാലോ, നമ്മുടെ സന്ദേശം സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ഈ തൃച്ചമ്പുഴ അമ്പലത്തിൽ സഖാവ് തലയിൽ മുണ്ടിട്ട് തൊഴാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സന്ദേശം സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ പറയുമ്പോ സഖാവ് ചോദിക്കും അതെങ്ങനെ താൻ കണ്ടു, ഞാനും തൊഴാൻ വരാറുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് ഈ അമ്പലങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന CPM ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. RSSന്റെ ശാഖകൾ അമ്പലത്തിൽ തുടങ്ങി, അതും മൈൻഡ് ചെയ്തിരുന്ന അവര്. ഇപ്പൊ RSS വളർന്ന് പടർന്ന് പന്തലിച്ച് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയപ്പോ എന്താ ഇവര് പറയുകയാണ് നിങ്ങൾ നുഴഞ്ഞു കയറണം. എങ്ങോട്ടേക്ക്? ഈ അമ്പലത്തിന്റെ ട്രസ്റ്റിലേക്ക്, കമ്മിറ്റികളിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറണം. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. അമ്പലങ്ങളൊന്നും നമ്മളങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളൊരു ലൈനിലേക്ക് ഇവരിങ്ങനെ എത്തി. അങ്ങനെ അമ്പലത്തിലേക്ക് അവര് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നുഴഞ്ഞു കയറി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കടക്കൽ ക്ഷേത്രത്തിൽ കടക്കൽ തിരുവാതിര. ഈ കടക്കൽ തിരുവാതിര എന്ന് പറയുന്ന ഉത്സവത്തിന് അവിടെ മറ്റേ അലോഷി അങ്ങേര് വന്ന് ഇത് പാടി, മറ്റേ 100 പൂക്കളെയും വലിയ കുടീരങ്ങളെ പാടിയെന്ന് എനിക്ക് തോന്നുന്നു. പുഷ്പനെ അറിയാമോ? പുഷ്പനെ അറിയാമോ? നമ്മുടെ പുഷ്പനെ അറിയാമോ? പുഷ്പനെ അറിയാമോ പാട്ട് പാടി. പാവം പുഷ്പൻ. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഒരു കാര്യം ആലോചിച്ച് നോക്കട്ടെ. അതായത് ഒരു അയാള് ഒരു ജീവിതകാലം മുഴുവൻ തളർന്നു കിടന്നു. എന്തിനാണ് തളർന്നു കിടന്നത്? ഒരു പാർട്ടിയുടെ കൊടി പിടിച്ച് ആ പാർട്ടിയുടെ ആശയം നെഞ്ചിലേറ്റി സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ വെടികൊണ്ട് തളർന്നു കിടന്നതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ. എന്നിട്ട് ആ പാർട്ടി ഇപ്പൊ സ്വാശ്രയ കോളേജുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ കിടക്കുന്ന കിടപ്പിൽ എങ്ങേര് പ്രാവി തൊലച്ചിട്ടായിരിക്കുമല്ലോ മരിച്ചു പോയത് എന്നായിരിക്കും ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു എന്റെ ജീവിതം എന്ത് വ്യർത്ഥമാണ്, ഞാനൊരു മനുഷ്യനായി എനിക്കൊരു ജന്മം കിട്ടിയ, ഞാൻ ജനിച്ചിട്ട് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു ആശയത്തിന് വേണ്ടി ഞാൻ വെടി കൊണ്ട് കിടന്നിട്ട് ആ പാർട്ടി ഇപ്പൊ കാണിക്കുന്നു നോക്കിയ സ്വാശ്രയ കോളേജ് കൊണ്ടുവരാൻ പോകും. അതിലും MV ഗോവിന്ദൻ പറയുന്ന സൂക്ഷ്മാംശം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് അങ്ങനെയല്ല പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ കടക്കൽ തിരുവാതിരയ്ക്ക് പുഷ്പനെ അറിയാമോ പാട്ടുപാടി. പുഷ്പനെ അറിയാമോ പാട്ട് വലിയ വിവാദമായി. കാരണം ഈ കടക്കൽ അവിടെ ആ വേദിയിൽ വെച്ചിട്ടാണ് നമ്മുടെ നവകേരള സദസ്സ് നടത്താനായിട്ട് ഒരു ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പം കോടതി ഇടപെട്ട് പറഞ്ഞു ഈ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയത്തിനുള്ള വേദിയാക്കി മാറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ സദസ്സൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയത്. അതേ സദസ്സിലാണ് ഇപ്പൊ ചെങ്കൊടി വലിയ വോളിലിട്ട് കാണിച്ചിട്ട് പുഷ്പനെ അറിയാമോയും ഈ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് പാടിയപ്പോൾ അത് വലിയ വിവാദമായി. ഇപ്പൊ ദേവസ്വം ബോർഡ് അതിൽ വിശദീകരണം തേടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വിവാദം അങ്ങോട്ട് കെട്ടടങ്ങുന്നില്ല. ഇവരതിനെ പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS അമ്പലത്തിൽ ശാഖ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രചോദിക്കുന്നത്. RSS പണ്ടേ ശാഖ അമ്പലത്തിൽ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊന്നും അതിൽ യാതൊരുവിധ എതിർപ്പും പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് നിങ്ങൾക്ക് എതിർപ്പ് വന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ എതിർപ്പ് വന്നത്? RSS രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി വളർന്നതുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പ് വന്നു. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ആ അമ്പലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതെന്ന്? ആരും പറഞ്ഞിട്ടില്ല. മറ്റേ അനുശ്രീയോട് പണ്ട് നികേഷ് കുമാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ബാലഗോകുലത്തിന്റെ പരിപാടിക്ക് മാത്രം നിങ്ങൾ പോകുന്നു? അപ്പോൾ ഉടനെ അനുശ്രീ പറയും ശ്രീകൃഷ്ണ ജയന്തി മറ്റാരും വെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബാലഗോകുലത്തിന്റെ പരിപാടിക്ക് പോകുന്നത്. നിങ്ങൾ വെക്കൂ ശ്രീകൃഷ്ണ ജയന്തി, CPM വെക്കട്ടെ, അപ്പൊ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ മതി എന്ന് പറയുന്നത് പോലെ RSS പണ്ട് പോലെ ശാഖ ഇപ്പൊ പോട്ടെ. ഇങ്ങനെ നിങ്ങളുടെ ഇത് ഭയന്നിട്ടല്ല, നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വിഷമം കണ്ടിട്ട് നമ്മൾ ശാഖ വേണ്ടെന്ന് വെക്കാം. പക്ഷെ അവരപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ RSSന്റെ ഗാനം അവിടെ പാടുന്നില്ലേ? എടാ, ഈ RSSന്റെ ഗാനം എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ഗാനം ഏതാണെന്നറിയാമോ ഉപയോഗിച്ചേട്ടാ? ഇപ്പൊ ഏത് പാട്ട് പാടിയാലും ഏത് ഭക്തിഗാനം പാടിയാലും RSSന്റെ ഗാനമാ. ഇപ്പം ശബരിമല അയ്യപ്പനെ കുറിച്ച് പാടിയാൽ അവർ ശബരിമല പ്രക്ഷോഭമായിട്ട് അതിനെ കണക്ട് ചെയ്യും. മറ്റേ ഇത് പാടിയാലുണ്ടല്ലോ, ഏത് ഒന്നാനാം അമ്പെടുത്ത് രാമനെയ്യണ നേരമതയ്യോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലൊരു ഇടുത്തിയ എന്ന് പറഞ്ഞ പാട്ട് പാടിയാൽ ഉടനെ പറയാം അയോധ്യയിലെ ശ്രീരാമനെ ഒളിച്ചു കടത്തുന്നു എന്ന് പറയും. ഒരു പാട്ടും പാടാൻ വയ്യ, ഒരു മന്ത്രം ജപിക്കാൻ വയ്യ. സാധാരണക്കാരനായിട്ടുള്ള ഒരു ഹിന്ദു പോലും എവിടെയെങ്കിലും നിന്ന് ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും RSS കാരനാണല്ലോടാ, ലുങ്കി എടുത്തുകൊണ്ട് അമ്പലത്തിൽ വരാൻ പാടില്ല, അമ്പലത്തിന്റെ നടയിൽ നിൽക്കാൻ പാടില്ല, ഒരു RSS കാരനാണല്ലോ എന്ന്, ചന്ദനക്കുറി ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പാടില്ല, ഉടനെ പറയും നീ RSS അല്ലേടാ എന്ന് പറയും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇവര് ഈ RSS എന്ന പേരിൽ ഹിന്ദുക്കളെ കോർണർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ അഭിപ്രായം പറയുന്നവരാണ്. ഇതിൽ അഭിപ്രായം പറയുന്നതൊക്കെയാണ് നമ്മുടെ സുഡാപ്പി ചാൻ അമ്പലത്തിന്റെ കാര്യത്തിൽ. അതാണ് നമ്മുടെ ഈ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഗതികേടാണ്. അടുപ്പ് കൂട്ട് ചർച്ചയിൽ അവര് അങ്ങ് ന്യായ വിധി നടത്തി. ജഡ്ജിമാര് 3 കൂടെ ചേർന്ന് നിന്നിട്ട് അവർ പറയുകയാണ്
അമ്പലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ പരിപാടി നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നവർ പറയാണ്. യവന്മാരാരാണ് ഇത് പറയാൻ? അത് നോക്കാനായിട്ട് ഇവിടെ അമ്പലക്കാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. പോരാത്തതിന് ദേവന്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ദേവപ്രശ്നം വെച്ചാൽ അത് അവര് തീരുമാനിച്ചോളൂ. ഇവന്മാരാരാണ് ഇതൊക്കെ നോക്കാനും പറയാനും എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് തോന്നുന്നത്? നമ്മുടെ ഒരു അപജയമല്ലേ ഇവരൊക്കെ കയറി നമ്മുടെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത്? അതേസമയം ഇവരുടെ വിഷയത്തിൽ അഭിപ്രായം നമ്മൾ ആരും പറയാറില്ല, ബോധപൂർവം തന്നെ പറയാറില്ല. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അവരായി അവരുടെ പാടായി. ഇപ്പൊ ആ സമൂഹത്തിൽ, ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ എന്തോരം അട്രോസിറ്റീസ് നടക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ കൊടികെട്ടിയ RSSകാർ പോലും പറയുന്നത് അവർക്കുള്ളിൽ നിന്ന് തന്നെ നവോത്ഥാനം ഉയർന്നു വരണം എന്നാണ് പറയുന്നത്. നമ്മളൊന്നും അതിന് ഒരു മുൻകൈ എടുക്കാറില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിലേക്ക് അവർക്ക് വലിയ അറിയാലോ, നമ്മുടെ ശബരിമല വനിതാ മതിൽ കെട്ടാൻ നിന്ന സമയത്ത് വന്ന് നിന്ന ആരാണ്? ഒരുപാട് പറഞ്ഞിട്ട സ്ത്രീകൾ വന്ന് നിന്നിട്ടുണ്ട്. അന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നമ്മുടെ മുസ്ലിം ലീഗിലെ ഒരു നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, അഴീക്കോട് നിന്ന് നമ്മുടെ നികേഷ് കുമാറിനെതിരെ മത്സരിച്ച് ജയിച്ച ഒരു നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞത് കെ എം ഷാജി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം എന്നാണ് ചോദിച്ചത്. അത് അവരുടെ മതം, അത് അവരുടെ മതത്തിന്റെ വിഷയം. അവരുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് പോയി നിൽക്കുന്നത്? അതൊരു ഹിന്ദുവിന്റെ സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലേ പെണ്ണുങ്ങളെ എന്നാണ് ഇവര് ചോദിച്ചത്. അത് കെ എം ഷാജിയുടെ ഒരു നിലപാട് ഭയങ്കര പ്രശംസനീയം, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നിലപാടാണ്. അത് സത്യവുമാണ്. ലീഗിന്റെ കറക്റ്റാണ്. അപ്പൊ അവരെന്ന് ചോദിച്ചിരുന്നു. അപ്പോ ഇവർക്ക് എന്താണ് ഇതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള കുത്തിത്തിരിപ്പാണോ, ഇനി ഇത് പറഞ്ഞ് ഹിന്ദുക്കളെ കോർണർ ചെയ്യാനുള്ള പരിപാടിയാണോ, എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് ഇതിന്റെ അഭിപ്രായം? അതായത് ഈ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന, ആ സംഘടനയുടെ ചാനലാണ് മീഡിയ വൺ ചാനൽ. ആ ചാനൽ പോലും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെ നടത്തണമെന്ന് ചർച്ച ചെയ്യുകയും അതിലൊന്നും ഒരു തെറ്റില്ല എന്ന് പറയുന്ന നിലയിലേക്കും നമ്മുടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുവിന്റെ ഗതികേട് എന്നാണ് അതിന് പറയാൻ കഴിയുക കേരളത്തിൽ. കാരണം ഇത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പൊതുമേഖലാ സ്ഥാപനം പോലെയാണ് ജനം കാണുന്നത്, പൊതുവെ എല്ലാവരും കാണുന്നത്. നേരെ മറിച്ച് ഒരു പള്ളിയുടെ കാര്യത്തിൽ വരുമ്പോൾ, ഒരു മസ്ജിദിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. അതിന് ചട്ടക്കൂടുണ്ട്, കാര്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ചെണ്ട പോലെയാണ്, ആർക്കും വന്ന് കൊട്ടിയിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. കാരണം അത് ഹിന്ദുക്കൾക്ക് തന്നെ ഒരു ദേവസ്വം ബോർഡിന്റെ അമ്പലമല്ല, നമ്മൾ എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളുമുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് CPM-കാര്. കാരണം ഈ ആചാരങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ആശയങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയൂ എന്ന് ആദ്യം വിശ്വസിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ ആചാരങ്ങൾ നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഛത്രപതി ശിവാജി ഉൾപ്പെടെയുള്ളവര് ഗണേശോത്സവത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും അങ്ങനെ ആ ബ്രിട്ടീഷുകാരുടെ കനത്ത എതിർപ്പിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്ത്രീകൾ തേര് വലിച്ച ചരിത്രമൊക്കെ നമ്മുടെ മഹാരാഷ്ട്ര ചരിത്രത്തിലുണ്ട്. ലാത്തി ക്ലബ്ബുകൾ ബാലഗംഗാധര തിലകൻ തുടങ്ങിയത് നമ്മളുടെ ഇതുപോലുള്ള ഗണേശോത്സവങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഈ ആചാരങ്ങൾ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാരാണ് തുടക്കം കുറിച്ചത്. പിന്നീട് വന്നത് CPM-കാരാണ്, ഇടതുപക്ഷക്കാരാണ് ഈ ആചാരങ്ങൾ നശിപ്പിക്കാൻ. കാരണം അത് അവരുടെ ഇന്റർനാഷണൽ പോളിസിയായിരുന്നു. ലോകത്ത് എവിടെയൊക്കെ ഇടതുപക്ഷമുണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസം ഉണ്ടോ, ആ കമ്മ്യൂണിസം അവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളും തകർക്കുകയും പകരം പുതിയൊരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പശ്ചിമ ബംഗാളിലേക്ക് വന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ പിന്നീട് അവർ ചെയ്ത കാര്യങ്ങൾ, കാളി പൂജയാണ് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവും പൂജയും, നവരാത്രി ദിനത്തോടനുബന്ധിച്ച്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ പൂജകളിലൊക്കെ ചെല്ലുമ്പോൾ CPM-കാർക്ക് പ്രത്യേക സ്റ്റാളുകൾ തന്നെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. കാളി ദേവിയുടെ രൂപങ്ങളും മറ്റും വിൽക്കുന്ന, അവരുടെ പുസ്തകങ്ങളും വിൽക്കും, അവരുടെ സാഹിത്യകാരന്മാർ എഴുതിയ ബുക്കുകളും മറ്റും വിൽക്കും. പിന്നീട് കാളി പൂജ ആഘോഷിക്കുന്ന CPM-മാരെ കണ്ടു. എന്തിനാണ് അവർ കാളി പൂജ ആഘോഷിക്കുന്നത്? ആ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ അത് ചെയ്തപ്പോഴേക്കും വളരെ വൈകിപ്പോയി. ഇപ്പൊ അവിടെ CPM ഇല്ല. അപ്പോ കേരളത്തിലും ഇവര് ഇപ്പൊ കേരളത്തിന്റെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുക. അത് പ്രശ്നമായി കഴിയുമ്പോൾ ഉടനെ പറയും ഞങ്ങൾ നിങ്ങളെ അല്ല പറഞ്ഞത് RSS-കാരെയാണ് എന്നാണ്. അതുകൊണ്ട് ഇതൊന്നും പൊട്ടന്മാരല്ല നമ്മൾ, എന്തും അത് ക്ഷേത്ര കാര്യങ്ങൾ ഇടപെടും, അതൊക്കെ അങ്ങനെ നടക്കും. ക്ഷേത്രത്തിലല്ലേ പിന്നെ ഇതൊക്കെ വെക്കേണ്ടത്, പരിപാടി അരിവാൾ ചുറ്റിയൊക്കെ അവിടല്ലേ കാണിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആരെങ്കിലും ചോദിക്കുക തെറ്റല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അല്ല പറഞ്ഞത്, RSS-നെ തടയാനല്ലേ അവരവിടെ വെച്ചത്. ഈ RSS-ഉം ഹിന്ദുവായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് രണ്ടും രണ്ടാണ്. RSS ഒരു സാംസ്കാരിക സംഘടനയാണ്, ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന. ഇതുപോലെ നൂറുകണക്കിന് സംഘടനകൾ ഇന്ത്യയിലുണ്ട്. RSS മാത്രമല്ല, അനവധി സംഘടനകളുണ്ട്. പക്ഷെ ഹിന്ദു അവന്റെ ആചാരവും വിശ്വാസവും അത് വേറെയാണ്. അത് RSS പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ മറ്റേ BJP പറഞ്ഞിട്ടോ ഒന്നും അല്ല. അവർക്ക് പരമ്പരാഗത ആചാരമാണ്. ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആചാരങ്ങളെ തകർത്ത് കളയുന്ന ഒരു രീതിയാണ് പോകുന്നത്.
ഈ അടുത്ത കാലത്തായിട്ട് CPM ഒരു സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു, ക്ഷേത്ര കമ്മിറ്റികളിൽ മറ്റും നമ്മുടെ ആളുകൾ കടന്നുകൂടണം, എന്നാൽ മാത്രമേ അതെ നമുക്ക് അതെ. ആ വോട്ടുകളെ സംശീകരിക്കാൻ കഴിയൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ കടന്നു കയറുന്നത് തെറ്റില്ല. എല്ലാ ജനങ്ങളും ഉം. ഒത്തുകൂടണം, എല്ലാ ജനങ്ങളും ഒത്തുകൂടി തന്നെ വേണം ക്ഷേത്രഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ആ ഉം. ഒത്തുകൂടുന്നത് ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ സംസ്കാരവും നശിപ്പിക്കാനാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഉം. കാരണം ഒരു ക്ഷേത്രം നശിക്കുമ്പോൾ സ്വാഭാവികമായി അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിശ്വാസികൾ, അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കച്ചവടക്കാർ, ഇവരെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. നമ്മളിത് കണ്ടതാണ്. ശബരിമല ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാശ് നയാ പൈസ ആരും കാണിക്കയിടാതെ വന്നൊരു ചരിത്രം നാം കണ്ടതാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് ദേവസ്വം ബോർഡ് പോവുക തന്നെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഉം. പിന്നീട് ആ ജനമെല്ലാം കൂടി തിരിച്ചു വരികയും ആഘോഷങ്ങൾ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ തകർക്കുന്ന രീതിയിൽ, അതായത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകരുത്. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൻ്റെതായ ഇടമുണ്ട്, വിശ്വാസത്തിന് വിശ്വാസത്തിൻ്റെതായ ഇടമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്നവരെല്ലാവരും BJP-ക്കാരല്ല, അവർ പല രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നു. ഇനി രാഷ്ട്രീയം ഇല്ലാത്തവരും ക്ഷേത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അവരവിടെ വരുന്നത് അവർക്ക് ഭക്തിസാന്ദ്രമായ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയാണ് ഉത്സവങ്ങൾ വെക്കുന്നത്. അവിടെയൊക്കെ രാഷ്ട്രീയ കടന്നു വരിക അത്ര നല്ലൊരു കാര്യമായിട്ട് കാണുന്നില്ല. ഏതായാലും കേരളത്തിലെ അടക്കം തമിഴ്നാട്ടിലെ അടക്കം ഹിന്ദു വലിയ ഗതികേടിലാണ്. കാരണം അവന്റെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വഴി കൂടെ പോകുന്ന സുഡാപ്പിക്കും ഇല്ലെങ്കിൽ നക്സലുകൾ, അർബൻ നക്സലുകൾക്കും ആർക്കും വന്ന് അഭിപ്രായം പറയാം. വേണമെങ്കിൽ പറയാം തന്ത്രിയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ പൂജാരി തന്നെ ഉം. വേണമെന്നില്ല, രാവിലെയും വൈകിട്ടും ഒരു തിരി കത്തിക്കുക, എണ്ണയ്ക്ക് പൈസ കൂടുതലാണെങ്കിൽ അത് ഒരു നേരം കത്തിക്കുക എന്ന ഉം. രീതിയിലേക്ക് ഇവർക്കൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് പോകാം. ഈ അഭിപ്രായം മറ്റുള്ളവർക്ക് നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റമാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അവരാരും മുമ്പോട്ട് പോകുന്നത്. ഇത് ദേവസ്വം ബോർഡ് അത് പബ്ലിക് ആയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെയാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് ആർക്കും അഭിപ്രായം, അപ്പൊ മീഡിയ വൺ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം അവർക്ക് മാത്രമല്ല മറ്റു പലർക്കും പറയാൻ കഴിയും. കാരണം ഇത് ഇതാണല്ലോ, ദേവസ്വം ഒരു ബോർഡാണ്, അതിനെന്തായാലും തടയിട്ടേ മതി. എന്ന് ദേവസ്വം ബോർഡ് സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് എന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു, ഇതേ ഡയലോഗ് ആറ്റുകാലായിരുന്നെങ്കിൽ പറയുമായിരുന്നു. ആറ്റുകാല് അവര് ഇത്രയും വലിയൊരു പൊങ്കാല നടത്തി ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉം. ഇതിനെതിരെ ഇത് കണക്കുള്ള എന്തെങ്കിലും വൃത്തികേട് CPM-കാർ വന്ന് കാണിക്കുമോ, കൊടി കെട്ടുമോ, അതുപോലെ ചുറ്റും? കാരണം അതൊരു ട്രസ്റ്റ് ആണ് അത് നടക്കുന്നത്, ദേവസ്വം ബോർഡിന്റെ അല്ല. അവരപ്പൊ പ്രതികരിക്കും. സ്വകാര്യ ക്ഷേത്രങ്ങളിൽ എന്താണ് ഈ ഇതിനുള്ള വിളച്ചിലുകൾ നടക്കാത്തത്? കാരണം അവർ പ്രതികരിക്കുന്നുണ്ട്. സ്വകാര്യ ക്ഷേത്രങ്ങളെ കുറിച്ച് എന്താണ് ഇവന്മാരും കൂടിയിരുന്ന് ചർച്ച നടത്താത്തത്? കാരണം അപ്പൊ മറുപടി അതെ അപ്പൊ തന്നെ കിട്ടും, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. ഇത് അങ്ങനെ പറയാൻ അതെ. പറ്റില്ല. കാരണം ഹിന്ദുക്കൾ തന്നെ ചിന്തിക്കും, ദേവസ്വം ബോർഡല്ലേ, നമ്മളെന്തിനാ ഇടപെടുന്നത്, സർക്കാരല്ലേ, അതാ അവര് നോക്കിക്കോളും എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളിടത്തോളം കാലം ഇതിന്റെ അപ്പുറവും നടക്കും. പക്ഷെ ഈ ഉം. ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം ബോർഡ് വന്നിട്ടല്ല ഉണ്ടാക്കിയതെന്ന് ആലോചിക്കണം. നമ്മുടെ പൂർവികരും അതിന് മുമ്പിരുന്നവരും നൂറ്റാണ്ടുകൾ 300, 400, 500, 700 ഒക്കെ വർഷം മുമ്പ് പണിതുയർത്തിയതാണ് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. ദേവസ്വം ബോർഡൊക്കെ വന്നിട്ട് ഈ അടുത്തല്ലേ വന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ഉം. വന്നിട്ട് ഈ അടുത്തല്ലേ വന്നത്. ഏറിപ്പോയാൽ ഒരു നൂറ്റാണ്ടിന്റെ വഴക്കുമല്ലേ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൂ. കേരളത്തിൽ തന്നെ, ഉം. അല്ലെ സോറി, ഇന്ത്യ തന്നെ 125 വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കോൺഗ്രസിന് ഏറ്റവും പ്രായം കൂടിയ പാർട്ടി അവരാണ്. ആ സംഘടനയും പാർട്ടി രൂപീകരിച്ചിട്ട് തന്നെ അത്രേ ആയിട്ടുള്ളൂ. അപ്പോ അതിനു മുമ്പേ ഉള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ, അതിനു മുമ്പേ ഉള്ളതാണ് ഈ വിഗ്രഹങ്ങൾ, മുമ്പേ ഉള്ളതാണ് ആചാരങ്ങൾ. അതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളൊക്കെ ഇനി മുതൽ ഇങ്ങനെ മാറ്റണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തും, അത് RSS-നെ പ്രതിരോധിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് RSS-ന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഹിന്ദുവിന്റെ സംസ്കാരത്തെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഹിന്ദുവിനെ ഉം. പറയുക, അവന്റെ വിശ്വാസത്തെ അവഹേളിക്കുക, കുംഭമേളയെ അവഹേളിക്കുന്നു. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്തിനാണ് അത് അവഹേളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ അല്ല പറഞ്ഞത്, അത് RSS-കാരെയും BJP-ക്കാരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതെന്ത് നമ്മളിന്ന് അതെ. പൊട്ടന്മാരാണ്? അല്ല, ഞാനൊരു BJP-ക്കാരനല്ല. പക്ഷെ എന്റെ വിശ്വാസത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ അതിന് നഖശികാന്തം എതിർക്കുകയും ചെയ്യും. ഞാൻ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ഉം. കൊടുക്കും, അത് എന്റെ രാഷ്ട്രീയപരമായ എന്റെ നിലപാടാണ്. പക്ഷെ എനിക്ക് മാറാത്തൊരു നിലപാട് എനിക്കുണ്ട്. അത് ഞാൻ ജനിച്ചു ഉം. വീണ എന്റെ മതത്തോടുള്ള ഒരു നിലപാടുണ്ട്, എന്റെ വിശ്വാസമുണ്ട്, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഭക്തി അന്തരീക്ഷം ഉണ്ടാക്കി വരണം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഏക സിവിൽ കോഡൊക്കെ വരുന്നതോടുകൂടി ഈ ദേവസ്വം ബോർഡ് ബില്ലുകൾ, ദേവസ്വം ബോർഡുകൾ അപ്രസക്തമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉം. കാരണം ഒരു രാജ്യം ഒരു നിയമത്തിലേക്ക് പോകുമ്പോൾ ഇത് മാറുമെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന അറിവ്. നമ്മൾ പലയിടത്തും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത്തരത്തിലാണ്. കാരണം ജസ്പാൽ ഉം. സിംഗ് ആയിരുന്നു ഉത്തർപ്രദേശിന്റെ MP ആയ ജസ്പാൽ സിംഗ് ആണ് നമ്മുടെ ലോക്സഭയിൽ ഈ ദേവസ്വം ബോർഡ് ബില്ല് അവതരിപ്പിച്ചത്. പിന്നീട് ആ ബില്ല് വലിയ അനക്കം കിട്ടാതെ പോയതിന്റെ ഒരു പ്രധാന കാരണം ഈ ഏക സിവിൽ കോഡ് വരുമ്പോൾ ഏതാണ്ട് 50ഓളം നമ്മുടെ നിയമങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് മാത്രമല്ല 50ഓളം നമ്മുടെ സംവിധാനങ്ങൾ മാറി മറിയും. അപ്പോൾ അതും ഇതിന് വരുമെന്ന, ഏതായാലും നമുക്ക് അതുവരെ ക്ഷമിക്കാമെന്നേ ഉള്ളൂ. ഏതായാലും CPM അത് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, CPM അത് ചെയ്തുകൊണ്ട് CPM-ന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല, കോട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ പഴയതുപോലെ അല്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ വിശ്വാസികളുടെ എണ്ണം വല്ലാതെ പെരുകിയിട്ടുണ്ട്. ആ വിശ്വാസികൾക്ക് നേരെ ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങളോട് സ്നേഹവും അനുഭാവവും അല്ല ഉണ്ടാകുന്നത്,
സ്വാഭാവികമായി അതിനകത്ത് പ്രതിഷേധിച്ചുകൊണ്ടൊരു വലിയ വിഭാഗം നാളെ BJP വോട്ട് ചെയ്ത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നാ പിന്നെ ഇവന്മാര് ജയിക്കണം, ഇല്ലെങ്കിൽ CPM ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, പറയുന്ന നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഇല്ലാതാകും, ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വരും. അതുകൊണ്ട് ഗുണത്തെക്കാൾ ദോഷമാണ് അവന്മാർക്ക് സംഭവിക്കുന്നത്. വിശ്വാസികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ വിശ്വാസത്തിൽ അഭിമാനിക്കുന്ന, ഇപ്പൊ കേരളത്തിൽ പോലും, ഇപ്പൊ പണ്ടൊക്കെ ഈ കുംഭമേള എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലുള്ളവർ അയ്യോ തുണിയെടുക്കാത്ത സന്യാസികൾ എന്ന് പറയുന്നവൻ പോലും ഇന്നത്തെ അവന്റെ പ്രൊഫൈൽ പിക്ചർ തുണിയെടുക്കാത്ത സന്യാസിയാണ്. ദേഹത്ത് മറ്റേ ജടാധാരിയായിട്ടുള്ള ഭസ്മം മുഴുവൻ പൂശിയ ഒരു സന്യാസിയാണ് ഇന്നത്തെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വളരെയധികം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ആ വിശ്വാസത്തെ, അതായത് നമ്മള് മുഗളന്മാര് നമ്മളെ കുറെ കാലം ഭരിച്ചു, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ കുറെ കാലം ഭരിച്ചു, അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ കുറെ കാലം ഭരിച്ചു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ 2014 ശേഷമാണ് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ, ഇതെന്താണ് സെറ്റപ്പ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പല ആൾക്കാരും അറിഞ്ഞു തുടങ്ങിയത്. അതിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഡിജിറ്റൽ ഇന്ത്യയൊക്കെ വലിയൊരു പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കേട്ടോ വിശ്വട്ടോ? അല്ല, അതിനകത്ത് എടുത്തു പറയുന്നത് ഈ അടുത്ത് നടന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഏഷ്യാനെറ്റില് കുംഭമേളയെ കുറിച്ചിട്ട് അതിനകത്ത് അവതാരക സിന്ധു സൂര്യകുമാർ പറഞ്ഞ ഒരു കാര്യം, ആ കാര്യത്തിൽ എന്ത് പ്രതിഷേധമാണ് ഉയർന്നത്. അതിന്റെ മാനേജിംഗ് ഹെഡായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും തിരുത്തുമായി രംഗത്തെത്തി. സാധാരണ ഇതിന് മുമ്പായിരുന്നു ഇങ്ങനത്തെ ഒരു അവഹേളനം നടന്നിരുന്നെങ്കിൽ ഇവിടുത്തെ സകലമാന സഖാക്കളും ഈ സുഡാപ്പികളും അർബൻ നക്സലുകളും എല്ലാം കൂടെ ഉറഞ്ഞു തുള്ളി സിന്ധു സൂര്യകുമാറിന് അഭിവാദ്യം അർപ്പിച്ചതിന് ഹിന്ദുക്കളെ വലിച്ചിട്ട് കയറിയാണ്. ഞാൻ ഇതുവരെ ഒന്ന് അരിച്ചു പെറുക്കുന്ന ഒരു ഇടതുപക്ഷക്കാരനും വിമർശിച്ചും വന്നില്ല, അനുകൂലിച്ചും വന്നില്ല. കാരണം എന്താണ്? ഇനി അത് നിലനിൽക്കില്ല. വലിയ പ്രതിഷേധമല്ലേ ഏഷ്യാനെറ്റിനെതിരെ അന്ന് ഉയർന്നു വന്നത്? അപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. വേറൊരു കാര്യം, അന്ന് എന്നോട് ഒരു കഥ പറഞ്ഞല്ലോ. അതായത് ഹിന്ദുക്കളെ അവഹേളിച്ച് ഒരു സഖാവ് ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് ഇട്ടപ്പോ ഈ സഖാക്കൾ തന്നെ ആ RSSകാർക്ക് അവനെ ഒന്ന് കൈകാര്യം ചെയ്തേ, അവൻ സഖാവായതുകൊണ്ട് ഞങ്ങൾക്ക് അതെ അതൊരു സ്റ്റോറിയാണ് കേട്ടോ. എന്നിട്ട് ഈ അടി കൊണ്ട് സഖാക്കന്മാരുടെ അടുത്ത് അതിന്റെ മേലെയുള്ള സഖാക്കന്മാരുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്ത എന്താ, RSSകാരുടെ അടി കിട്ടി എന്നുള്ളതല്ല കംപ്ലൈന്റ്, എന്നെ തല്ലുമ്പോ അവര് നോക്കി നിന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും മതവും വിശ്വാസവും ഒക്കെ ഉണ്ട്, വികാരങ്ങളുണ്ട്. അപ്പൊ അതിനെ വ്രണപ്പെടുത്തുക. അതിപ്പോ സഖാവായാലും സംഖ്യയായാലും ഒക്കെ വിശ്വാസം തന്നെ. അത് നമ്മൾ ശബരിമല പ്രക്ഷോഭ കാലത്ത് കണ്ടു. പല സഖാക്കളുടെയും ഭാര്യമാരും അമ്മമാരും ഒക്കെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടു. അവരുടെയൊക്കെ തിട്ടൂരത്തിന് തടയിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന സിന്ധു സൂര്യകുമാറിന്റെ വിഷയമാണ്. ഇപ്പം ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു വിമർശനം വന്നാൽ അപ്പോൾ അതിനെ എതിർക്കാൻ 1000 പേര് വരും. അപ്പോൾ അതിനെ തടയിടാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന വാക്കാണ്, നിങ്ങളെ അല്ല പറഞ്ഞത്, RSSകാരാണ്. ഹിന്ദുക്കളെല്ലാം നല്ലവരാ, ഞങ്ങൾക്ക് അറിയാം, പക്ഷെ RSSകാരാണ് പ്രശ്നം. ഈ ഹിന്ദു വോട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ RSS ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുഖമായ BJP അധികാരത്തിലേറുന്നത്. കുറഞ്ഞ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കണ്ടേ. ഈ കേരളം എന്താണ് ബുദ്ധിജീവികളുടെ നാടാണ്, മറ്റേതാണ് മറിച്ചാണ്, ഇവിടെ മതേതരത്തിന്റെ നാടാണെന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെയല്ലേ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി 10-70,000 വോട്ടിന് ജയിച്ചു പോയത്. അതെങ്കിലും മനസ്സിലാക്കി. കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കാതെ ഇനിയും ഇതുപോലെ ഈ ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പോകരുത്. ഇതിപ്പോ ദേവസ്വം ബോർഡ് ക്ഷേത്രമായതുകൊണ്ടാണ് ഈ വൃത്തികേട് നടന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു മറ്റ് സ്വകാര്യ ട്രസ്റ്റിന്റെ ക്ഷേത്രമായിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ ഭക്തർ മാത്രം നടത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നെങ്കിലോ ഇതൊന്നും അവിടെ നടക്കുമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിശ്വാസികളാണ് ആ ക്ഷേത്രം നടത്തുന്നത്. വിശ്വാസികൾ ഒരിക്കലും അവിശ്വാസപരമായോ ഇല്ലെങ്കിൽ ആ വിശ്വാസം തകർക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക. ഇപ്പോൾ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വഖഫ് ബോർഡ് പോലെ ഒരു ബോർഡ് ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനായി സെൻട്രൽ ഗവൺമെന്റ് ആലോചിക്കുന്നു. അവരുടെ ആലോചനാ പരിധിയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും, ടെക്നിക്കലി അനുഭവിക്കേണ്ടി വരും. പക്ഷെ ടെക്നിക്കലി അനുഭവിക്കലല്ല വേണ്ടത്, ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു ശക്തി ഉയർന്നു വരിക തന്നെയാണ് വേണ്ടത്. അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇവിടെ BJP കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല, എന്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആരുടെയും വിശ്വാസം ഹനിക്കാൻ പോകാറില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ നമ്മളാരും പോകാറില്ല. അത് നമ്മൾ ചർച്ച ചെയ്യാറുമില്ല. പള്ളി കമ്മിറ്റിയിൽ ആ നിലപാട് ശരിയാണ്, ഈ നിലപാട് ശരിയാണ്. കാരണം അവരെ അവരുടേതായ വഴിക്ക് വിടുക, അത് അവരുടെ കാര്യമാണ്. അതിനകത്തല്ലാതെ CPM ചെയ്തത് ശരിയായിരുന്നു. കാരണം RSSനെ തടയാൻ നല്ല മാർഗം അമ്പലത്തിനകത്ത് അരിവാൾ ചുറ്റിയെ പ്രദർശിപ്പിച്ച് ഇൻകിലാബ് വിളിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് പഴയ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. വിഗ്രഹത്തെ തുപ്പിയ സിനിമയ്ക്ക് വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകിയാണ് ഈ രാജ്യത്ത് ഉള്ളതെന്നും കൂടെ, നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുകയും അതിനകത്ത് വലിയ രീതിയിൽ അതിനെ കൊണ്ടു നടക്കുകയും ചെയ്തവരുന്നതാണ്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വിഗ്രഹത്തെ പൂജാരി തുപ്പുന്ന ആ ഒരു രംഗമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള നാടാണിത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കാതെ, കാരണം അന്നത്തെ ജനമല്ല ഇന്ന് കിടക്കുന്നത്. അതൊക്കെ വീണ്ടും നമ്മൾ ഓർക്കാൻ പോയാൽ നമ്മുടെ ചിലപ്പോൾ പലരുടെയും രക്തം തിളച്ചു എന്ന് വരാം. അവിടെയാണ് വീണ്ടും ഇത് കണക്കുള്ള
പക്ഷെ CPM ചെയ്യുന്നത് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പൊട്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുകൊണ്ട് ഉം, CPM-ന് നേട്ടമല്ല ഉണ്ടാകുന്നത്, കോട്ടം തന്നെയാണ്. കാരണം പശ്ചിമ ബംഗാളിൽ ഇതിന്റെ അപ്പുറവും അവർ നടത്തിയതാണ്. ഇന്ന് പശ്ചിമ ബംഗാളിൽ ഉം, ഉപ്പ് വെച്ച കലം പോലായി പാർട്ടി. ത്രിപുരയിലും സമാനമായ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആകെ അവശേഷിക്കുന്നത് കേരളമാണ്. അതും ഇതാണ് കയ്യിലിരിപ്പെങ്കിൽ അധികം വൈകാതെ പോകും. ഇപ്പൊ കാരണം ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM കേരളത്തിൽ. അത് ആദ്യം CPM-മാർ മനസ്സിലാക്കണം, മറ്റാരും മനസ്സിലാക്കി. BJP അല്ല. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിൽ CPM ആണ്. അപ്പോൾ ആ പാർട്ടിയെ താങ്ങി നിർത്തുന്നവരും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അവഹേളിക്കുന്ന തരത്തിലേക്ക്, ഇല്ലെങ്കിൽ അവന്റെ ഉം. വിശ്വാസത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് CPM പോകരുത്. പോയി കഴിഞ്ഞാൽ അതിന് നഷ്ടം CPM-ന് തന്നെ ആയിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആകില്ല, പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അതിന്റെയൊക്കെ അലയൊലികളൊക്കെ പലയിടത്തും കാണാൻ കഴിയും. കുറഞ്ഞ പക്ഷം ഒരു 10 വോട്ട് കുറഞ്ഞ 10 വോട്ട് കുറഞ്ഞു. ഇപ്പൊ എല്ലാവരുടെ വോട്ട് പോകുമെന്നുള്ളതല്ല. എന്തായാലും CPM അവിടെ അരിവാൾ ചുറ്റിയെ കാണിച്ചത് കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് കൂടുതലായി CPM-ന് എന്തായാലും കടക്കൽ ഭാഗത്ത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ 10 10 വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 10 വോട്ട് വെച്ച് കുറഞ്ഞാണ് ബംഗാളിൽ ഇപ്പൊ കെട്ടിവെച്ച പൈസ പോലും ഇല്ലാത്ത അവസ്ഥ. അവരുടെ ആചാര്യന്റെ ജന്മദിനവും ഉം. ചരമവാർഷികവും ഇപ്പൊ നിയമസഭയിൽ ആഘോഷിക്കുന്നത് BJP ആണ്. കാലം മാറിയപ്പോൾ അങ്ങനൊക്കെ വന്നു. ഇല്ലേലും അങ്ങനെയാണ്. ചെങ്കൊടി അല്പം മങ്ങിയാൽ കാവിയാകും എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.